മെഡിക്കൽ ടേംസ് മേഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇ സി ജിയുടെ ഒരു ഫസ്റ്റ് ക്ലാസ്സാണ്. കാർഡിയക് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇ സി ജിയിൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾ ഹാർട്ടിൽ എന്താണ് ആക്ച്വലി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആയിട്ട് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതാണ് നമ്മൾ കാർഡിയക് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഈ പറഞ്ഞ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം, അത് നടക്കുന്നത് എവിടെയാണ്? നമ്മൾ ഹാർട്ടിൽ എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ മയോകാർഡിയം എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് മസിൽ സെൽസിലാണ്. ഓക്കെ, നമുക്ക് അറിയാം മയോകാർഡിയം എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ മസിലാണ്. മറ്റ് സ്കെലിറ്റൽ മസിൽസിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ വിസറൽ മസിൽസിനെ പോലെയോ അല്ല. വളരെ സ്പെഷ്യലൈസ്ഡ് മസിൽ. അതായത് ഏറ്റവും പ്രധാനമായിട്ട് മറ്റ് മസിലുകൾക്കൊക്കെ നെർവ് സപ്ലൈ കൂടി ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ നമ്മുടെ ഈ മയോകാർഡിയൽ സെല്ലുകൾക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മളിപ്പോൾ ഹാർട്ടിൻ്റെ നെർവ് സപ്ലൈ ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചാലും ഹാർട്ടിന് സ്വന്തമായിട്ട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാക്കാനും അങ്ങനെ അത് ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കാനും അതിന് സാധിക്കും. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ മസിലാണിത്. അതായത് ഹാർട്ടിന് നെർവ് സപ്ലൈ ഉണ്ടെങ്കിലും അതൊരിക്കലും ഹാർട്ടിൻ്റെ ഒരു ഇലക്ട്രിക്കൽ എക്സൈറ്റേഷന് വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ടാണ്. അത്രയും മാത്രമേ ബ്രെയിനിന് ചെയ്യേണ്ടതുള്ളൂ, മറ്റ് ഓർഗൻസിനെ പോലെ അല്ല. അപ്പോൾ ഈ മയോകാർഡിയൽ സെൽ ഇത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്വന്തമായിട്ട് ഇലക്ട്രിക്കൽ എക്സൈറ്റബിലിറ്റി ഉള്ള കണ്ടക്ട് ചെയ്യാൻ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റ് ഇപ്പം ന്യൂറോണുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ന്യൂറോൺസ് ആണ് ശരിക്കും കണ്ടക്ഷൻ ഒക്കെ ചെയ്യുന്നത്. ബട്ട് ഹാർട്ട് മസിലിൽ, ഹാർട്ടിൻ്റെ മയോകാർഡിയത്തിൽ കണ്ടക്ഷൻ എന്ന് പറയുന്ന കാര്യം, ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ആരാണ് ചെയ്യുന്നത്? സ്പെഷ്യലൈസ്ഡ് കണ്ടക്റ്റിംഗ് മയോകാർഡിയൽ സെല്ലുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, മാത്രവുമല്ല കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഓക്കെ, വളരെയധികം എനർജി ആവശ്യമുള്ള, അതുകൊണ്ടാണ് നമ്മുടെ ഈ മസിൽ സെൽ, കാർഡിയക് സെൽസിൽ, മയോകാർഡിയൽ സെൽസിനകത്ത് മറ്റു സെല്ലുകളെക്കാളും വളരെ അധികമായിട്ട് മൈറ്റോകോൺട്രിയ ഉണ്ട്. അത്രയും എനർജി അവർക്ക് ആവശ്യമാണ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മസിൽ സെല്ലാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. യു ക്യാൻ സി വൺ മയോകാർഡിയൽ സെൽ, അതിൻ്റെ അടുത്തുള്ള ഒരു നെക്സ്റ്റ് ഒരു സെല്ലും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ മയോകാർഡിയൽ സെല്ലിൽ നടക്കുന്ന ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. സോ ഒരു മയോകാർഡിയൽ സെല്ലിൽ ബേസിക്കലി അത് ഇരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മീൻസ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റെസ്റ്റിംഗ് സ്റ്റേജിലുള്ള ഒരു ഇലക്ട്രിക്കൽ പൊളാരിറ്റിയാണ് നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം. സോ യൂഷ്വലി ഒരു മയോകാർഡിയൽ സെല്ലിൽ അതൊരു നെഗറ്റീവ് ചാർജാണ്, -90 millivolt ആണ്. അതിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓഫ് എ മയോകാർഡിയൽ സെൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ഈ മയോകാർഡിയൽ സെല്ലിലേക്കാണ് ഒരു സ്റ്റിമുലസ് വരുന്നത്. അത് നമ്മുടെ പേസ് മേക്കറിൽ നിന്നായിരിക്കും യൂഷ്വലി വരിക, അല്ലേ? നമ്മൾ SA നോഡ് എന്ന് പറയും. സോ ആ ഒരു SA നോഡിൽ നിന്നുള്ള ഇമ്പൾസ് ഈ മയോകാർഡിയൽ സെല്ലിലേക്ക് വരുന്നത് ആക്ച്വലി ചില ചെറിയ പോസിറ്റീവ് അയൺസിൻ്റെ ഒരു എൻട്രൻസോട് കൂടിയാണ്. പോസിറ്റീവ് അയൺസ് വിൽ ബി കമ്മിങ് ഇൻ ടു സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻലി വരുന്നത് ചില പോസിറ്റീവ് അയൺസ്, കാറ്റയോൺസ് നമ്മുടെ ഈ സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് ഈ സെല്ലിനകത്തേക്ക്, നെഗറ്റീവായിട്ടിരിക്കുന്ന ഈ സെല്ലിനകത്തേക്ക് കടക്കുന്നു. ഓക്കെ, സോ ഈ വരുന്ന ഈ പോസിറ്റീവ് അയൺസ്, ഈ കാറ്റയോൺസ് എന്താണ് ഈ റെസ്റ്റിംഗ് മെംബ്രെയിനിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ, ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ, നെഗറ്റീവായിട്ടിരുന്ന ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ചെറുതായിട്ട് ഒന്ന് ആ നെഗറ്റിവിറ്റി ഒന്നുകൂടി കുറയും. ഇപ്പോൾ -90 ഇരിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ആ നെഗറ്റീവ് ചാർജ് കുറച്ചുകൂടി കുറഞ്ഞ് അത് -70 ഓക്കെ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? സ്റ്റിമുലേഷൻ കൊണ്ട്. ആ സ്റ്റിമുലേഷൻ തൊട്ടടുത്തുള്ള മയോകാർഡിയൽ സെല്ലിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ട്ലി ഫ്രം ദ SA നോഡായിരിക്കാം. ഓക്കെ, ആ ഒരു സ്റ്റിമുലേഷൻ കിട്ടുമ്പോഴാണ് ഈ നെഗറ്റീവായിട്ടിരുന്ന -90 RMP എങ്ങനെയായി മാറുന്നു? ഒരു ചെറിയതായിട്ടൊന്ന് എലിവേറ്റഡ് ആയിട്ട് ത്രഷോൾഡിലെത്തുന്നു. എന്താണ് ഈ ത്രഷോൾഡ് എന്ന് പറയുന്നത്? ത്രഷോൾഡ് മീൻസ് നമുക്കറിയാലോ, ഒരു പ്രത്യേക ചേഞ്ച് തുടങ്ങുന്നതിൻ്റെ ഒരു ആദ്യത്തെ പടിയാണ് നമ്മളെപ്പോഴും ത്രഷോൾഡ് എന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഒരു വരാൻ പോകുന്ന ഇലക്ട്രിക്കൽ ചേഞ്ചിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ആ ത്രഷോൾഡിൽ എത്തിക്കാനാണ് ആക്ച്വലി ഈ സ്റ്റിമുലസ്
മയോകാർഡിയൽ സെല്ലിലേക്ക് വരുന്നത്. സോ അങ്ങനെ ഒരു ത്രഷോൾഡിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ -70 എന്ന് പറയുന്ന ത്രഷോൾഡിൽ എത്തിക്കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ ഈ സെൽ മെംബ്രെയിൻ, ഈ മയോകാർഡിയൽ സെല്ലിൻ്റെ സെൽ മെംബ്രെയിനിൽ ധാരാളം സോഡിയം ചാനലുകളുണ്ട്. സോ യൂഷ്വലി അവർ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുക. പക്ഷേ ഈ ത്രഷോൾഡിൽ എത്തിക്കഴിയുമ്പോൾ, ഈ RMPയിൽ നിന്ന് ത്രഷോൾഡിൽ എത്തിക്കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ ഈ സോഡിയം ചാനൽസ് ഓപ്പൺ ആവും. സോഡിയം യൂഷ്വലി എക്സ്ട്രാ സെല്ലുലാർ, അതായത് സെല്ലിന് പുറത്തുള്ള ആ ഫ്ലൂയിഡ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയും, സെല്ലിൻ്റെ പുറത്തുള്ള ഫ്ലൂയിഡ്, അവിടെയാണ് സോഡിയം വളരെയധികം ഉള്ളത്. സോഡിയം അയൺസ്, പോസിറ്റീവ് അയൺസ് ആണ്. സോ അവർ അവിടുന്ന് ഈ സോഡിയം ചാനലുകൾ തുറക്കുന്നതോടെ ധാരാളം സോഡിയം അയൺസ് സെല്ലിനകത്തേക്ക് കയറാൻ തുടങ്ങും. നമ്മൾ പറയും സോഡിയം ഇൻഫ്ലക്സ് എന്ന് പറയും, ഒരു ഇൻഫ്ലോ ഓഫ് ദ സോഡിയം, പോസിറ്റീവ് സോഡിയം അയൺസ്. സോ അങ്ങനെ വരുമ്പോൾ ഈ ത്രഷോൾഡ്, ഈ സോഡിയം അയൺസ് അകത്തേക്ക് കയറി വരുന്നതോടുകൂടി ഈ ത്രഷോൾഡിൽ -70 ആ ഒരു പൊളാരിറ്റി ഓഫ് ദ സെൽ വീണ്ടും അത് കുറച്ചുകൂടി കുറഞ്ഞ് ഫൈനലി 0-ലെത്തുന്നു. 0-ൽ നിന്നത് എഗെയിൻ പോസിറ്റീവ് ചാർജ് വരെ എത്തുന്നു. ലൈക്ക് ഇപ്പോൾ +10 പോസിറ്റീവ്, ഒരു +10 ചാർജ് വരെ പോസിറ്റീവ് ചാർജിലേക്ക് അത് മാറുന്നു. കണ്ടോ? അപ്പം -90 റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഇരുന്ന സെല്ലാണ് ഈ സ്റ്റിമുലസ് വരുന്നതോടുകൂടി ത്രഷോൾഡിലെത്തുന്നു. ത്രഷോൾഡ് വരുന്നതോടുകൂടി സോഡിയം ചാനൽസ് ഓപ്പൺ ആവുന്നു. അവിടുന്ന് പിന്നീട് സോഡിയം ഇൻഫ്ലോ, സോഡിയം അയൺസ് ധാരാളമായിട്ട് സെല്ലിനകത്ത്, നെഗറ്റീവായിട്ടിരുന്ന സെല്ലിനകത്തേക്ക് കടന്നു വരുന്നു. സോ ഫൈനലി ആ സെല്ലിനകത്ത് പോസിറ്റീവ് ചാർജസ് വരുന്നു. അങ്ങനെയാണ് ഈ സെല്ലിൻ്റെ ഈ ഇപ്പോഴത്തെ ആ ഒരു പൊളാരിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെയാണ്, അതായത് ആ ഒരു ഇലക്ട്രോ നെഗറ്റീവായിട്ടിരുന്ന ആ സെല്ല് പോസിറ്റീവ് ആയിട്ട് മാറുന്ന ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുക. ദ മയോകാർഡിയൽ സെൽ ഇസ് ഗെറ്റിംഗ് ഡീപോളറൈസ്ഡ്. ഈ ഡീപോളറൈസേഷൻ എന്നുള്ള വാക്കിനി നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മൾ വീണ്ടും ഉപയോഗിക്കാനുള്ളത്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. എന്താണ് ഡീപോളറൈസേഷൻ ഇൻ ദ മയോകാർഡിയൽ സെൽ? എന്താണ് ആ നെഗറ്റീവ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഇരുന്ന ഒരു മയോകാർഡിയൽ സെല്ലിൻ്റെ പൊളാരിറ്റി മാറി അത് പോസിറ്റീവിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ചേഞ്ച്, ആ ഇലക്ട്രിക്കൽ ചേഞ്ചിനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ഡീപോളറൈസേഷൻ വരുമ്പോഴാണ് ഈ മയോകാർഡിയൽ സെൽസ് കൺട്രാക്ട് ചെയ്യുക, ചുരുങ്ങുക. ഓക്കെ, അപ്പോൾ ആ കൺട്രാക്ഷൻ്റെ ബേസിസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ചേഞ്ച് ആണ് ശരിക്കും ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡീപോളറൈസേഷനിൽ എത്തുന്നതോടെ ഇപ്പോൾ സെല്ല് ഡീപോളറൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം, നമ്മുടെ ഈ മയോകാർഡിയൽ സെല്ലുകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. മയോകാർഡിയൽ സെല്ലുകൾ എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവർക്ക് ന്യൂറോണിൻ്റെ ഒന്നും ആവശ്യമില്ല. ദംസെൽസ് ക്യാൻ കണ്ടക്ട് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, അല്ലേ? അവരുടെ ഇടയിൽ ഇങ്ങനെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സെല്ലുകൾക്ക് എപ്പോഴും ഇങ്ങനെ ചെറിയ ഇലക്ട്രിക്കൽ വിൻഡോസ് ഉണ്ട്. കണ്ടോ? ഈ സെല്ലിനും അടുത്ത സെല്ലിനും ഇടയിൽ ചെറിയ വിൻഡോസ്, അവരെയാണ് നമ്മൾ ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറയും. ഗ്യാപ്പ് ജംഗ്ഷൻസ്, അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ചില മയോകാർഡിയൽ സെല്ലുകൾക്ക് കൂടുതൽ ഗ്യാപ്പ് ജംഗ്ഷൻസ് ഉണ്ടാവും, ചിലതിന് കുറവായിരിക്കും. ബട്ട് എന്തായാലും ഗ്യാപ്പ് ജംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ മയോകാർഡിയൽ സെൽ. സോ ഈ മയോകാർഡിയൽ സെല്ലിൽ ഈ ഒരു പോസിറ്റീവ് ചാർജ് വന്നു കഴിയുമ്പോൾ ആ പോസിറ്റീവ് ചാർജ് തൊട്ടടുത്തുള്ള മയോകാർഡിയൽ സെല്ലിലേക്ക് പോകും, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ ഇത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഇരിക്കുകയായിരിക്കും RMPയിൽ. സോ ഈ അടുത്തുള്ള മയോകാർഡിയൽ സെല്ലിൽ നിന്ന് നെക്സ്റ്റ് വരുന്ന മയോകാർഡിയൽ സെല്ലിലേക്ക് ഈ ഒരു ഡീപോളറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ചേഞ്ച് പാസ് ചെയ്യും. എങ്ങനെയാണ്? ഗ്യാപ്പ് ജംഗ്ഷൻസ് വഴി പോസിറ്റീവ് അയൺസ് അങ്ങോട്ടും പോകും. സോ അവിടെയും ഡീപോളറൈസേഷൻ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡീപോളറൈസേഷൻ്റെ ഒരു വേവ് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് ഇതുപോലെ ഗ്യാപ്പ് ജംഗ്ഷൻസ് വഴി സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ മയോകാർഡിയൽ സെല്ലുകളിൽ ഒരു കൂട്ടം മയോകാർഡിയൽ സെല്ലുകൾക്ക് ഒന്നിച്ച് ഇതുപോലെ ഇലക്ട്രിക്കലി ആക്ടിവേറ്റഡ് ആവാനും എക്സൈറ്റഡ് ആവാനും അവർക്ക് ഒന്നിച്ച് കൺട്രാക്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ട് നമ്മൾ മയോകാർഡിയത്തിന് ഒരു പേര് പറയും, സിൻസീഷ്യം എന്നാണ് പറയുക. ഓക്കെ, ഒരു കൂട്ടം മയോകാർഡിയൽ, ഇപ്പോൾ ഏട്രിയകളുടെ മയോകാർഡിയം, അവർക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നിച്ച് ഇതേപോലെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് പെട്ടെന്ന് കണ്ടക്ട് ചെയ്ത് ഒന്നിച്ച് ആ ഇലക്ട്രിക്കൽ ചേഞ്ച്, ഡീപോളറൈസേഷൻ ആണെങ്കിൽ അത് പെട്ടെന്ന് ഒന്നിച്ചിങ്ങനെ ഉണ്ടാവാനും അങ്ങനെ അവർക്ക് ഒന്നിച്ച് കൺട്രാക്ട്, ഒരൊറ്റ യൂണിറ്റ് പോലെ കൺട്രാക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾക്കാണ് നമ്മൾ സിൻസീഷ്യം എന്ന് പറയുക. സോ ദ മയോകാർഡിയം ഓൾസോ ക്യാൻ വർക്ക് ആസ് എ സിൻസീഷ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്പ്രെഡിങ് ഓഫ് ഡീപോളറൈസേഷൻ നടക്കുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഈ സെല്ലിന് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ ഇപ്പോൾ ഡീപോളറൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഈ സെല്ല്
ഈ ഡീപോളറൈസേഷൻ ആയിക്കഴിയുമ്പോൾ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പോസിറ്റീവ് ചാർജിലേക്ക് അത് മാറിക്കഴിയുമ്പോൾ എന്ത് പറ്റുന്നു വെച്ചാൽ പെട്ടെന്ന് ഈ ഡീപോളറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ചേഞ്ച് വേറെ രണ്ട് അയൺ ചാനൽസും കൂടെ ഓപ്പൺ ആക്കും. അതായത് കാൽഷ്യം അയൺസിൻ്റെ ചാനൽസും പൊട്ടാഷ്യം അയൺസിൻ്റെ ചാനൽസും കൂടി ഓപ്പൺ ആവും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡീപോളറൈസേഷൻ വരുന്നതോടുകൂടിയാണ്. അപ്പോൾ ഈ ഡീപോളറൈസേഷൻ്റെ ആ ഒരു ചേഞ്ച് മൂലം കാൽഷ്യം അയൺസ് എന്ന് വെച്ചാൽ മെയിൻലി ഇപ്പോൾ സോഡിയത്തിൻ്റെ പോലെ തന്നെയാണ്, സെല്ലിന് പുറത്താണ് കാൽഷ്യം അയൺസ് കൂടുതലുള്ളത്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണ് കാൽഷ്യം അയൺസ് ഉള്ളത്. സോ കാൽഷ്യം അയൺസ് എന്ത് ചെയ്യും? ആ ചാനൽ ഓപ്പൺ ആവുന്നത് കൂടി ധാരാളം കാൽഷ്യം അയൺസ് വിൽ ബി കമ്മിങ് ഇൻ ടു ദ സെൽ. ഓക്കെ, ഇപ്പം നമ്മൾ സോഡിയം അയൺസ് വന്നതുപോലെ കാൽഷ്യം ചാനൽസ് ഓപ്പൺ ആവുന്നു. And then more and more positive calcium ions and positive ions ആണ്. So they will be entering into the cell. At the same time potassium channels open ആവും. അതുകൊണ്ട് പൊട്ടാഷ്യം എപ്പോഴും നമ്മുടെ സെല്ലിനകത്താണ്, മയോകാർഡിയൽ സെല്ലുകളുടെ അകത്ത് ധാരാളം പൊട്ടാഷ്യം അയൺസ് ഉണ്ട്. ഈ പൊട്ടാഷ്യം അയൺസ് തുറന്ന പൊട്ടാഷ്യം ചാനൽസ് വഴി പുറത്തേക്കും പോകുന്നു. അപ്പോൾ ഈ ഒരു ചേഞ്ചാണ് ശരിക്കും ഡീപോളറൈസേഷൻ ഉണ്ടാക്കുന്നത്. ഒരു സെൽ ഡീപോളറൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൽ അതിൻ്റെ കാൽഷ്യം ചാനൽസ് ആൻഡ് പൊട്ടാഷ്യം ചാനൽസ് ഓപ്പൺ ആവുന്നു. അങ്ങനെ ഓപ്പൺ ആവുന്നതോടെ കാൽഷ്യം സെല്ലിനകത്തേക്ക് വരുന്നു ഫ്രം ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അതേസമയം പൊട്ടാഷ്യം വിൽ ബി ഗോയിങ് ഔട്ട്, സെല്ലിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ കാൽഷ്യം കുറേ പോസിറ്റീവ് അയൺസ് അകത്തേക്ക് വരുന്നു, കുറച്ച് പോസിറ്റീവ് അയൺസ് പുറത്തേക്കും പോകുന്നു. ദാറ്റ് മീൻസ് അവിടെ ആ ഒരു പൊളാരിറ്റിക്ക് ഒരു വ്യത്യാസം വരുന്നില്ല. ഈ സെല്ലിങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്തുകൊണ്ടാണ്? കാൽഷ്യം അയൺസ് അകത്തേക്ക് വരുന്നുണ്ട്, എന്നാൽ കുറച്ച് പൊട്ടാഷ്യം അയൺസ് സെല്ലിന് ലോസ്റ്റ് ആവുന്നുണ്ട്. പക്ഷെ അത് തമ്മിലൊരു ബാലൻസ് ഉള്ളത് കൊണ്ട് കുറച്ച് സമയത്തേക്ക് ഈ സെൽ അഗെയിൻ ഡീപോളറൈസ്ഡ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം ഇവർ തമ്മിലൊരു ബാലൻസ് ഉള്ളത് കൊണ്ട് കാൽഷ്യം അയൺസ് എത്ര അകത്തേക്ക് വരുന്നു അതിനനുസരിച്ച് പൊട്ടാഷ്യം പുറത്തേക്ക് പോകുന്നു. സോ ദ സെൽ വിൽ ബി കണ്ടിന്യൂയിങ് ഇൻ ദാറ്റ് പോസിറ്റീവ് പൊളാരിറ്റി. ഓക്കെ, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആഫ്റ്റർ ഒരു മേ ബി കുറച്ച് സമയത്തിന് ശേഷം പതുക്കെ ഈ കാൽഷ്യം ചാനൽസ് ക്ലോസ് ആവും. അതുവരെ അകത്തേക്ക് കാൽഷ്യം അയൺസിനെ അലൗ ചെയ്തുകൊണ്ടിരുന്ന കാൽഷ്യം ചാനൽസ് പതുക്കെ ക്ലോസ്ഡ് ആവും. എന്നാൽ പൊട്ടാഷ്യം ചാനൽസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതുക്കെ സെല്ലിന് ആ പോസിറ്റീവ് ചാർജസ് നഷ്ടപ്പെടാൻ തുടങ്ങും. കണ്ടോ, കാൽഷ്യം അകത്തേക്ക് വരുന്നില്ല, ബട്ട് പൊട്ടാഷ്യം എന്ന് പറയുന്ന പോസിറ്റീവ് അയൺസ് സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് പതുക്കെ സെല്ലിൻ്റെ ആ ഒരു പോസിറ്റീവ് ചാർജ് പതുക്കെ നഷ്ടപ്പെട്ട് ഫൈനലി അത് പഴയ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചു വരുന്നു. ആ പോസിറ്റീവ് ചാർജസിൽ നിന്ന് പഴയ പോലെയുള്ള നെഗറ്റീവ് ചാർജിലേക്ക് തിരിച്ചു വരുന്നു. ഈ ഒരു ചേഞ്ചിനെ നമ്മളപ്പോൾ എന്ത് പറയും? ഇത് ഡീപോളറൈസേഷൻ ആയിരുന്നു, അല്ലേ? നെഗറ്റീവ് ആയിരുന്ന സെൽ പോസിറ്റീവ് ആയത് ഡീപോളറൈസേഷൻ. ആൻഡ് വെൻ ദ സെൽ ഇസ് കമ്മിങ് ബാക്ക് ടു ദറ്റ് ഓൾഡ് സ്റ്റേറ്റ് ഓഫ് നെഗറ്റീവ് ചാർജ്, അതിനെയാണ് നമ്മൾ റീപോളറൈസേഷൻ എന്ന് പറയുക, ദ ഓപ്പോസിറ്റ് ഓഫ് ഡീപോളറൈസേഷൻ. സോ റീപോളറൈസേഷൻ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സെല്ലിന് പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നത് അത് പൊട്ടാഷ്യം അയൺസ് കൂടുതൽ പുറത്തേക്ക് പോകുന്നത് വഴി അതിൻ്റെ പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ട് പഴയ നെഗറ്റീവ് പൊളാരിറ്റിയിലേക്ക് സെൽ റിട്ടേൺ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ റീപോളറൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഡീപോളറൈസേഷൻ സ്പ്രെഡ് ചെയ്തതുപോലെ തന്നെ ഈ വരുന്ന ഓരോ മയോകാർഡിൽ, ഇതിനോട് അടുത്ത് കിടക്കുന്ന മയോകാർഡിയൽ സെല്ലുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഡീപോളറൈസ്ഡ് ആവുന്നു. അതേപോലെ ഒന്നിനു പുറകെ ഒന്നായിട്ടല്ല, ആക്ച്വലി വളരെ പെട്ടെന്നാണ്. പെട്ടെന്ന് ഇത് സംഭവിക്കുന്നു. ആ ഒരു ഏരിയ മുഴുവനും അത് സ്പ്രെഡ് ചെയ്ത് അവർ കൺട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിൻസീഷ്യം എന്ന് ഇവരെ വിളിക്കാനുള്ള കാരണം. അപ്പോൾ ഈ ഡീപോളറൈസേഷനും റീപോളറൈസേഷനും കൂടി ചേർന്ന ആ ഹാർട്ടിൽ നടക്കുന്ന ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെയാണ് നമ്മൾ കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ? ആ ഒരു കോമ്പിനേഷൻ, അല്ലെ, ആ ഒരു രണ്ട് കാര്യങ്ങളാണ്, ഇലക്ട്രിക്കൽ ചേഞ്ച് ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളെ ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് ദ ഡീപോളറൈസേഷൻ ആൻഡ് ദ റീപോളറൈസേഷൻ. അപ്പോൾ ഈ രണ്ട് വേർഡ്സും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ECGയുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ആദ്യം എടുത്തിട്ട് പിന്നീട് നമുക്ക് ECGയുടെ കാര്യങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. സോ ഈ എന്താ പറയുക, ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ
വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ ഈ പറഞ്ഞ പോലെ ഡീപോളറൈസേഷനും റീപോളറൈസേഷനും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഹാർട്ടിൻ്റെ കാർഡിയക് സൈക്കിളിൽ എന്താണ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ കാർഡിയക് സൈക്കിൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പഴയ വീഡിയോസിലൊക്കെ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ കാർഡിയക് സൈക്കിളിൽ എന്ന്. അപ്പോൾ ആ കാർഡിയക് സൈക്കിളിൽ നമ്മൾ ഈ ഡീപോളറൈസേഷനും റീപോളറൈസേഷനും ഒക്കെ ഒന്ന് പ്ലേസ് ചെയ്ത് ഒരു കാർഡിയക് സൈക്കിളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് പഠിക്കുകയാണ്. ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട്. സോ വരുന്ന എല്ലാ വീഡിയോസും കണ്ട് പഠിക്കുക. താങ്ക് യു.